യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാക്കാതെ ദേശീയ സെക്രട്ടറിയാക്കി ഒതുക്കിയതിലെ അതൃപ്തി പരസ്യമാക്കി അബിൻ വർക്കിയെ തള്ളി സംസ്ഥാന നേതൃത്വം. വിയോജിപ്പ് പ്രകടിപ്പിച്ചത് അബിൻ വർക്കിയുടെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും നിലവിലെ യൂത്ത് കോൺഗ്രസ് യോഗ്യരായവരുടെ ടീമാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതൃമാറ്റവുമായ ചോദ്യങ്ങളോട് രമേശ് ചെന്നിത്തല കൃത്യമായി പ്രതികരിച്ചില്ല. കേരളത്തിലിരുന്ന് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമെന്നും അതിനെന്താ കുഴപ്പമെന്നുമായിരുന്നു കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമല്ലേ, അവരുടെ ഒരു പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി പ്രസിഡന്റിനെ ഒരു ടീമിനെയും വെച്ചിരിക്കുന്നത്. ആ ടീം നല്ല പിള്ളേരാണ്, എല്ലാവരും നല്ല ചെറുപ്പക്കാരാണ്, ഒന്നിനൊന്ന് മെച്ചമുള്ള ആളുകളാണ്, എല്ലാവരും അതിന് യോഗ്യരായിട്ടുള്ള ആളുകളാണ്. അവർ നല്ല ടീമായി നിന്ന് പ്രവർത്തിച്ച് യൂത്ത് കോൺഗ്രസിനെ നേരത്തെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമിക്കും. നല്ല ടീമാണ്. അബിൻ വർക്കി ഒരു പരാതി പറയുന്നു, അദ്ദേഹത്തിന് കേരളത്തിൽ നിൽക്കാനാണ് താല്പര്യം. അദ്ദേഹത്തെ കേരളത്തിൽ നിർത്തുമോ? കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമല്ലോ, അതിനെന്താ കുഴപ്പം? കേരളത്തിൽ നിൽക്കട്ടെ. തീരുമാനം അബിൻ വർക്കിയെ സംസ്ഥാന അധ്യക്ഷനാക്കിയിട്ടില്ല. അദ്ദേഹം ദേശീയ സെക്രട്ടറി പദവി ഏറ്റെടുക്കാനും ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇതൊരു നീതി നിഷേധമായി അബിൻ വർക്കി പറഞ്ഞ ദേശീയ സെക്രട്ടറിയായി ഇല്ല എന്ന് പറഞ്ഞതിനെതിരെ കെ.പി.സി.സി അധ്യക്ഷൻ ഉദയഭാനു ചിബു അടക്കം വന്നിട്ടുണ്ട്. തീരുമാനം തിരുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു നീതി നിഷേധമല്ല. എന്ത് വരട്ടെ എന്നാണ്? നിലപാട് വരട്ടെ എന്നാണോ? വിശദാംശങ്ങളുമായി കെ.ആർ. സാജു ആണ് ചേരുന്നത്. സാജു, അബിൻ വർക്കിയുടെ അതൃപ്തിയെ, അബിന്റെ ആവശ്യങ്ങളെ നേതൃത്വം ഒട്ടും പരിഗണിക്കാൻ പോകുന്നില്ലെന്ന സൂചനയല്ലേ വരുന്നത്? അബിൻ വർക്കിയുടെ ആവശ്യത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വമോ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമോ ഒരർത്ഥത്തിലും പിന്നോട്ട് പോകില്ല എന്ന കാര്യം ഉറപ്പാണ്. അബിൻ വർക്കിയുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബിൻ വർക്കിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന ദേശീയ സെക്രട്ടറി പദവിയിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള മാറ്റം വരുത്താൻ തയ്യാറല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു വെച്ചതിന്റെ അർത്ഥം. അതിനെ കുറച്ചുകൂടി ഷാർപ്പായിട്ടാണ് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് വിശദീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ് കേരളത്തിൽ ഇരുന്ന് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാം, അതിനെന്താ കുഴപ്പം? കെ.സി. വേണുഗോപാൽ കേരളത്തിലും കേന്ദ്രത്തിലും പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യം ഉന്നയിക്കുകയാണ് ചെയ്തത്. അതായത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോഴും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടി കളം നിറഞ്ഞു നിൽക്കാൻ കഴിയുമെന്ന ഉപദേശം കൂടി അബിൻ വർക്കിക്ക് നൽകുകയാണ് സണ്ണി ജോസഫ് ചെയ്യുന്നത്. അതേസമയം രമേശ് ചെന്നിത്തലയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഭാവങ്ങളിൽ നിന്നും വ്യക്തമാണ്. യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം നൽകാതെ വരട്ടെ അത് ഞങ്ങൾ നോക്കിക്കാണാം എന്നു പറയുന്നത് പോലുള്ള ഒരു മറുപടിയാണ് ഇന്ന് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം എന്ന ഒരു ഐ ഗ്രൂപ്പ് നിലപാട് ആ വാക്കുകളിൽ ഉണ്ട് എന്ന് വേണം നമ്മൾ കണക്ക് കൂട്ടാൻ. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ അബിൻ വർക്കി ഉന്നയിച്ചതല്ല ന്യായം എന്ന നിലപാട് രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടെങ്കിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ഇക്കാര്യങ്ങൾ വിശദീകരിക്കാം. നേതൃത്വം കൂട്ടായി എടുത്ത തീരുമാനമാണെങ്കിൽ അക്കാര്യം അടക്കം വിശദീകരിക്കാൻ കഴിയും. പക്ഷേ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് എല്ലാ ചോദ്യങ്ങൾക്കും വരട്ടെ എന്ന മറുപടി നൽകിക്കൊണ്ടുള്ള രമേശ് ചെന്നിത്തലയുടെ ഒഴിഞ്ഞുമാറ്റം. അതിപ്പോൾ ഐ ഗ്രൂപ്പ് എടുത്തിരിക്കുന്ന നിലപാട് പ്രതിഫലിക്കുന്നത് കൂടിയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതേസമയം കോൺഗ്രസ് നേതൃത്വം നോക്കുകയാണെങ്കിൽ കെ.പി.സി.സി ആണെങ്കിലും അതുപോലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമൊക്കെ ആണെങ്കിലും കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കണം, ദേശീയ സെക്രട്ടറി പദവിയിൽ താല്പര്യമില്ല എന്ന നിലയ്ക്കുള്ള അബിൻ വർക്കിയുടെ നിലപാടിനോട് യോജിക്കുന്നില്ല എന്നുകൂടിയാണ് അവരുടെ പരാമർശങ്ങളിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. പരസ്യമായ ഒരു വെല്ലുവിളി ഉയർത്താതെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുക നേതൃത്വത്തിൽ, അതാണോ ലക്ഷ്യമിടുന്നത്? ഐ ഗ്രൂപ്പ് ഏതായാലും പരസ്യമായ വെല്ലുവിളിക്കോ പോർവിളികൾക്കോ ഒന്നുമില്ല, അതിനു പറ്റിയ ഘട്ടമല്ല എന്ന് ഐ ഗ്രൂപ്പ് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ അതിന് അണികൾക്കിടയിൽ നിന്ന് പിന്തുണ ലഭിക്കില്ല എന്ന് ഐ ഗ്രൂപ്പ് നേതൃത്വത്തിന് അറിയാം. അതിനാൽ തന്നെ തങ്ങളോടൊരു നീതികേടുണ്ടായി എന്നത് പാർട്ടിക്കുള്ളിൽ അവതരിപ്പിക്കുക, പാർട്ടിയിൽ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് ഒരു സമീപനം സ്വീകരിക്കുക എന്നതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും വെല്ലുവിളി
വെല്ലുവിളികളോ പോർവിളികളുമായി മുന്നോട്ടു പോകാൻ ഐ ഗ്രൂപ്പ് ഈ ഘട്ടത്തിൽ തയ്യാറല്ല. മുമ്പ് നമുക്കറിയാം ടി സിദ്ദീഖിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മതിയായ കൂടിയാലോചന ഇല്ലാതെ മാറ്റുന്ന സമയത്ത് അന്ന് ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പിനെ നയിക്കുന്ന കാലഘട്ടം, അന്ന് ഉമ്മൻചാണ്ടി ശക്തമായ നിലപാട് ദേശീയ നേതൃത്വത്തോട് ഇടഞ്ഞുകൊണ്ട് തന്നെ സ്വീകരിച്ചിരുന്നു. പക്ഷേ അത്തരം ഒരു സമീപനമൊന്നും സ്വീകരിക്കാൻ ഐ ഗ്രൂപ്പിനോ രമേശ് ചെന്നിത്തലയ്ക്കോ ഒന്നും ഈ ഘട്ടത്തിൽ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നും ഏറെ മാറ്റമുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 2 ടേമായി കേരളത്തിൽ അധികാരത്തിലെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരം ചില ഉൾപാർട്ടി പ്രശ്നങ്ങളുടെ പേരിൽ ഗ്രൂപ്പ് പോരടികളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ ജനങ്ങൾക്കും അണികൾക്കും കഴിയില്ല എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു അതിര് കടന്ന സ്റ്റെപ്പ് എടുക്കാൻ ഐ ഗ്രൂപ്പിന് ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ തൃപ്തിപ്പെടുക അതല്ലേ വഴിയുള്ളൂ.